ആകർഷകമായ ശമ്പളമുണ്ടായിരുന്നിട്ടും അഴിമതി കാട്ടിയും കൈക്കൂലി വാങ്ങിയും ജനങ്ങളെ ബുദ്ധിമുട്ടിക്കുകയും ചൂഷണം ചെയ്യുകയും ചെയ്യുന്ന വലിയൊരു വിഭാഗം സർക്കാർ ഉദ്യോഗസ്ഥർ കേരളത്തിലുണ്ട്. അതുപോലെ തന്നെ കേരള പോലീസിൽ ക്രിമിനൽ സ്വഭാവമുള്ള ഒരുപറ്റം ഉദ്യോഗസ്ഥർ വളരെ കരുത്തരായി നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതും യാഥാർത്ഥ്യമാണ്. ഇതിനെല്ലാം അപ്പുറം രാഷ്ട്രീയ നേതൃത്വത്തോട് ഏറെ അടുത്ത് നിൽക്കുന്ന അവരുടെ അംഗരക്ഷകരായിട്ടുള്ള പോലീസ് ഉദ്യോഗസ്ഥർ പലപ്പോഴും കൊടും ക്രിമിനലുകളാണ് എന്ന യാഥാർത്ഥ്യം കേരളം ഏറെ ഞെട്ടലോടുകൂടി പതിറ്റാണ്ടുകളായി തിരിച്ചറിയുന്ന ഒരു വസ്തുതയാണ്. ഉമ്മൻചാണ്ടിയുടെ ഉൾപ്പെടെയുള്ള ഗൺമാന്മാർ കേരള രാഷ്ട്രീയത്തെ പിടിച്ചുലച്ചിട്ടുള്ള പല രാഷ്ട്രീയ വിവാദങ്ങളുടെയും കേന്ദ്ര ബിന്ദുക്കളാകുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്, ചർച്ച ചെയ്തിട്ടുള്ള വിഷയമാണ്. ഇത്തരമൊരു പ്രവണത ആരംഭിക്കുന്നത് തന്നെ മുൻ മുഖ്യമന്ത്രിയായിരുന്ന ഉമ്മൻചാണ്ടിയുടെ ഗൺമാൻ സലീം രാജിൻ്റെ കുപ്രസിദ്ധിയിലൂടെയാണ്. അയാൾ നിരവധി കേസുകളിൽ പ്രതി ചേർക്കപ്പെടുകയും അറസ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യുന്ന സാഹചര്യം ഉമ്മൻചാണ്ടി എന്ന ഏറെ ആദരിക്കപ്പെട്ടിരുന്ന കോൺഗ്രസ് നേതാവിൻ്റെ പ്രതിച്ഛായയ്ക്ക് തന്നെ വലിയ രീതിയിൽ കളങ്കമേൽപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം വിവാദമാക്കി പിന്നീട് അധികാരത്തിലെത്തിയ പിണറായി വിജയനും ഇതേ പാത തന്നെയാണ് പിന്തുടർന്നത് എന്നതിനുമുള്ള നിരവധി ഉദാഹരണങ്ങളും നമുക്ക് മുമ്പിലുണ്ട്. പിണറായിയുടെ അംഗരക്ഷകർ CPMൻ്റെ തെരുവുകുണ്ടകളെപ്പോലെ പെരുമാറിയതും നവകേരള മാർച്ചിനിടെ സമാധാനപൂർവ്വമായി പ്രതിഷേധിച്ച KSU വിദ്യാർത്ഥികളെ അകാരണമായി തലയ്ക്കടക്കം തല്ലി പരിക്കേൽപ്പിക്കുന്നതുമായ ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടും ഈ കേസിൻ്റെ അന്വേഷണം അട്ടിമറിക്കുന്ന നിലപാടിലായിരുന്നു കേരള പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ മുമ്പോട്ട് പോയിരുന്നത്. പിന്നീട് UDF സർക്കാർ അധികാരത്തിലേക്ക് എത്തിയതോടുകൂടിയാണ് ഈ സംഭവത്തിൽ ഒരു പുനരന്വേഷണം നടത്തുവാൻ തീരുമാനമെടുത്തതും കുറ്റക്കാരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരുവാനുള്ള ശ്രമങ്ങൾ ഇപ്പോൾ കൊണ്ടുപിടിച്ച് നടക്കുന്നതും. ഏതൊക്കെയാണെങ്കിലും ആ കേസിൻ്റെ അന്വേഷണത്തിൻ്റെ ഭാഗമായി പോലും ഈ കേസ് അട്ടിമറിച്ച ഉന്നത പോലീസ് ഉദ്യോഗസ്ഥന് ഇപ്പോഴും സംരക്ഷണം ലഭിക്കുന്നുണ്ട് എന്ന ആരോപണങ്ങളും സജീവമാണ്. എന്നാൽ ഇതുപോലെ തന്നെ മറ്റൊരു വിവാദം കൂടി ഇപ്പോൾ തലപൊക്കുകയാണ്. ഈ വിവാദത്തിൻ്റെ കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് മുൻ പൊതുവിദ്യാഭ്യാസ മന്ത്രിയും CPMൻ്റെ മുതിർന്ന നേതാവുമായിരുന്ന V ശിവൻകുട്ടിയുടെ അംഗരക്ഷകൻ അല്ലെങ്കിൽ ഗൺമാനായിരുന്ന പ്രജീഷ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. തനിക്കൊപ്പം KSRTC ബസ്സിൽ യാത്ര ചെയ്തിരുന്ന സഹയാത്രക്കാരിയോട് ഇയാൾ നടത്തിയ ലൈംഗിക അതിക്രമ ശ്രമങ്ങളുടെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടും ഇയാൾക്കെതിരെ ഇതുവരെ കേരള പോലീസ് കേസെടുത്തിട്ടില്ല എന്നത് മറ്റൊരു ഞെട്ടിക്കുന്ന വസ്തുതയാണ്. ഏതൊക്കെയാണെങ്കിലും ഈ സംഭവത്തിൻ്റെ ദൃശ്യങ്ങളിലേക്കും വിശദാംശങ്ങളിലേക്കും രാഷ്ട്രീയ പ്രത്യാഘാതങ്ങളിലേക്കും കടക്കുന്നതിന് മുന്നോടിയായി പ്രിയപ്പെട്ട പ്രേക്ഷകർ കേരള സ്പീക്സിൻ്റെ YouTube ചാനൽ സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് ഞങ്ങൾക്കുള്ള പിന്തുണ ഇനിയും തുടരണം എന്നുകൂടി അഭ്യർത്ഥിക്കുകയാണ്. ആദ്യമായി നമുക്ക് ഈ ലൈംഗിക അതിക്രമത്തിൻ്റെ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. ഈ ദൃശ്യങ്ങൾ പുറത്തുവിട്ടിട്ടുള്ളത് ഈ അതിക്രമത്തിന് ഇരയായ പെൺകുട്ടി തന്നെയാണ്. പിന്നീട് ഇത് ഡിലീറ്റ് ചെയ്തു എന്നാണ് പറയപ്പെടുന്നത്. ആദ്യമായി നമുക്ക് ആ ദൃശ്യങ്ങൾ ഒന്ന് കണ്ടു നോക്കാം. എടുത്തിട്ടുണ്ട്. ഈ ദൃശ്യങ്ങളിൽ നമുക്ക് വളരെ കൃത്യമായി കാണുവാൻ കഴിയുന്നത് തൻ്റെ മുൻ സീറ്റിലിരിക്കുന്ന ഒരു പെൺകുട്ടിയോട് ലൈംഗിക അതിക്രമം കാണിക്കുവാൻ ശ്രമിക്കുന്ന ഒരു യുവാവിനെയാണ്. ഈ യുവാവ് മുൻ മന്ത്രി V ശിവൻകുട്ടിയുടെ അംഗരക്ഷകനായിരുന്ന ഗൺമാനായിരുന്ന പ്രജീഷ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനാണ്. V ശിവൻകുട്ടിക്ക് മന്ത്രിസ്ഥാനവും MLA സ്ഥാനവും നഷ്ടമായതോടുകൂടി ഇയാളിപ്പോൾ തിരുവനന്തപുരം AR ക്യാമ്പിലാണ് സേവനം അനുഷ്ഠിക്കുന്നത്. പ്രതീഷ് എന്ന ഉദ്യോഗസ്ഥൻ എത്രമാത്രം ശക്തനാണെന്നോ അയാളുടെ രാഷ്ട്രീയ ബന്ധം എന്താണെന്നോ അയാൾ ഒരു പോലീസുകാരനാണെന്നോ പോലും അറിയാതെയാണ് ഈ പെൺകുട്ടി ഈ ദൃശ്യങ്ങൾ പകർത്തുകയും പുറത്തുവിടുകയും ചെയ്തിട്ടുള്ളത്. പിന്നീട് ഈ പെൺകുട്ടി ഈ ദൃശ്യങ്ങൾ ഡിലീറ്റ് ചെയ്തതിന് പിന്നിൽ രാഷ്ട്രീയമായിട്ടുള്ള സമ്മർദ്ദങ്ങളുണ്ടോ എന്ന സംശയങ്ങളും സജീവമാകുകയാണ്. ഏതൊക്കെയാണെങ്കിലും പെൺകുട്ടിയുടെ പരാതി ഔപചാരികമായി ലഭിച്ചിട്ടില്ല എന്ന് ചൂണ്ടിക്കാട്ടിക്കൊണ്ട് കേരള പോലീസ് ഈ വിഷയത്തിൽ ഇതുവരെയും ഒരു കേസ് രജിസ്റ്റർ ചെയ്യുവാനും തയ്യാറായിട്ടില്ല. തങ്ങളുടെ സഹപ്രവർത്തകനായ കൊടും ക്രിമിനലിനെ രക്ഷിക്കുന്നതിന് വേണ്ടി കേരള പോലീസിലെ ഏതൊക്കെയോ ഉദ്യോഗസ്ഥർ ഇതിന് പിന്നിൽ ഒത്തുകളിക്കുന്നുണ്ടോ എന്ന സംശയം സ്വാഭാവികമായും ഇവിടെയാണ് ഉടലെടുക്കുന്നത്. നമ്മളൊന്ന് ഓർത്തു നോക്കുക, സഹയാത്രിക്കാരിയായ ഒരു പെൺകുട്ടിയോട് പട്ടാപ്പകൽ KSRTC ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം കാണിക്കുവാൻ ശ്രമിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥന്മാരാണ് നമ്മുടെ മന്ത്രിമാർക്ക് ചേർന്ന് നിന്നുകൊണ്ട് അവർക്ക് സംരക്ഷണം ഒരുക്കിക്കൊണ്ട് അവരുടെ പിണയാളുകളായി കഴിഞ്ഞ 10-15 വർഷക്കാലമായി കേരള രാഷ്ട്രീയത്തിൽ നിലയുറപ്പിക്കുന്നത് എന്നുള്ളത് ഏറെ ആപൽക്കരമായ ഒരു സന്ദേശമാണ് നൽകുന്നത്. ഏറെ തെറ്റായിട്ടുള്ള ഒരു പ്രവണതയാണ്. നമ്മുടെ രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ വിശ്വാസ്യതയെപ്പോലും ചോദ്യം ചെയ്യുന്ന ഒരു സംഭവമാണ്.
അതിനാൽ തന്നെ കൃത്യമായ വിജിലൻസ് പരിശോധനകളും അന്വേഷണങ്ങളും നടത്തിയിട്ട് മാത്രമേ മന്ത്രിമാരുടെ അടുപ്പക്കാരായി പേഴ്സണൽ സ്റ്റാഫിലേക്ക് ഇത്തരം ആളുകളെ നിയോഗിക്കുവാൻ പാടുള്ളൂ എന്നൊരു പൊതു മാനദണ്ഡം സർക്കാർ ഏർപ്പെടുത്തി ഫലപ്രദമായി നടപ്പാക്കേണ്ടതുമാണ്. വി ശിവൻകുട്ടി എന്ന രാഷ്ട്രീയ നേതാവിൻ്റെ, പിണറായി വിജയൻ എന്ന മുൻ മുഖ്യമന്ത്രിയുടെ, ഉമ്മൻചാണ്ടി എന്ന മുൻ മുഖ്യമന്ത്രിയുടെ എല്ലാം പ്രതിച്ഛായ തകർക്കുന്നതിൽ നിർണായക പങ്ക് വഹിച്ചിട്ടുള്ളത് ഇത്തരം പോലീസ് ഉദ്യോഗസ്ഥരാണ് എന്നുള്ള വസ്തുതയുടെ അടിസ്ഥാനത്തിലായിരിക്കണം കർശനമായ മാനദണ്ഡങ്ങൾ ഏർപ്പെടുത്തിക്കൊണ്ട് കർശനമായ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് നടത്തിക്കൊണ്ട് മന്ത്രിമാരുടെയും രാഷ്ട്രീയ നേതാക്കളുടെയും MLA-മാരുടെയും ഗൺമാന്മാരെ നിയോഗിക്കേണ്ടത് എന്നതാണ് ഇത് നൽകുന്ന ആദ്യ പാഠം. ഇത്തരത്തിൽ കർശനമായ ബാക്ക്ഗ്രൗണ്ട് ചെക്കുകൾ നടത്തുമ്പോൾ അതിൽ വെള്ളം ചേർക്കുന്നവർക്കെതിരെയും കർശനമായ നിലപാടുകളും നിയമ നടപടികളും സ്വീകരിക്കുവാനുള്ള ഒരു സംവിധാനവും നമ്മുടെ നാട്ടിലുണ്ടാകണം. നമ്മുടെ നാട്ടിലെ സ്ത്രീകൾ എത്രമാത്രം അരക്ഷിതാവസ്ഥയിലാണ് കഴിയുന്നതെന്നും അവർക്ക് സംരക്ഷണം ഒരുക്കേണ്ട പോലീസ് ഉദ്യോഗസ്ഥർ പോലും പീഡകരായി മാറുന്നു എന്നുള്ളതും, അതുപോലെ തന്നെ പേരെടുത്ത് പറഞ്ഞാൽ ദൃശ്യങ്ങൾ കണ്ടാൽ മുഖം കണ്ടാൽ നാലാൾക്ക് തിരിച്ചറിയുവാൻ കഴിയുന്ന രീതിയിൽ രാഷ്ട്രീയ നേതാക്കളോട് ഒപ്പം നിന്നവരാണ് എന്നുപോലും ഓർക്കാതെ ലൈംഗിക അതിക്രമത്തിന് പോലും മുതിരുന്ന ഉദ്യോഗസ്ഥർ പോലീസ് സേനയിലുണ്ട് എന്നുള്ളതുമെല്ലാം അപകടകരമായിട്ടുള്ള ചില ലക്ഷണങ്ങളാണ് കേരളത്തിൻ്റെ അപകടകരമായ സ്ഥിതിവിശേഷത്തെയും ക്രമസമാധാന പാലന സംവിധാനത്തെയും തന്നെയാണ് ഇത് സൂചിപ്പിക്കുന്നത്. നമുക്കറിയാം, ആഭ്യന്തരമന്ത്രി എന്ന നിലയിൽ രമേശ് ചെന്നിത്തല എന്ന നേതാവ് മികച്ച പ്രകടനമാണ് കാഴ്ചവെക്കുന്നത്. എന്നിരുന്നാൽ പോലും ആഭ്യന്തര വകുപ്പിനെ കുറിച്ച് ഇപ്പോഴും ഒറ്റപ്പെട്ട് ഉയർന്നു വരുന്ന പരാതികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണക്കാർ എന്ന് പറയുന്നത് പോലീസ് ഉദ്യോഗസ്ഥർ തന്നെയാണ്. പോലീസിലെ ക്രിമിനലുകളെ പ്രോത്സാഹിപ്പിക്കുന്ന മേലുദ്യോഗസ്ഥരെയും അവർക്ക് തണലൊരുക്കുന്ന രാഷ്ട്രീയ നേതാക്കളെയും ആഭ്യന്തര വകുപ്പിൻ്റെ സംവിധാനങ്ങളിൽ നിന്ന് പരിപൂർണമായി അകറ്റി നിർത്തുവാനുള്ള നിയമനിർമ്മാണവും ജാഗ്രതയുമാണ് അധികാരവർഗം ഇവിടെ പുലർത്തേണ്ടത്. പീഡന കേസുകളിൽ പോലും ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടും പരാതി രേഖാമൂലം ലഭിച്ചാൽ മാത്രമേ തങ്ങൾ കേസെടുക്കുകയുള്ളൂ എന്നുള്ള കേരള പോലീസിൻ്റെ നിലപാടും അത്യന്തം ദൗർഭാഗ്യകരമാണ്, തിരുത്തപ്പെടേണ്ടതാണ്. വി ശിവൻകുട്ടിയെപ്പോലെ ഉന്നതനായിരുന്ന കരുത്തനായിട്ടുള്ള ഇപ്പോഴും സംസ്ഥാന രാഷ്ട്രീയത്തിൽ CPM-ൻ്റെ ഭാഗമായി നേതൃനിരയിൽ നിലകൊള്ളുന്ന ഒരു നേതാവിൻ്റെ അടുപ്പക്കാരനായ ഒരു ഗൺമാനെതിരെ പരാതി കൊടുക്കുവാൻ എത്ര പെൺകുട്ടികൾക്ക് ധൈര്യമുണ്ടാകും എന്ന ചോദ്യവും ഇവിടെ പ്രസക്തമാണ്. പരാതി നൽകുവാനുള്ള സ്ത്രീകളുടെ ആർജവത്തെ പോലും ചോദ്യം ചെയ്യുന്ന നിലയിൽ കേരള പോലീസിൻ്റെ സംവിധാനങ്ങൾ കേസെടുക്കുവാൻ വിസമ്മതിക്കുമ്പോൾ ഇവിടെ പൊതുജനങ്ങളുടെ പ്രതീക്ഷകളാണ് ചോദ്യം ചെയ്യപ്പെടുന്നത്, പൊതുജനങ്ങളുടെ പ്രതീക്ഷകളാണ് അസ്ഥാനത്താകുന്നത്. എത്ര വലിയ ഉന്നതൻ്റെ സംരക്ഷണം ലഭിച്ചാലും ഇത്തരം തെമ്മാടിക്കൂട്ടങ്ങളെ സസ്പെൻഷന് പോലും വിധേയമാക്കാതെ ഏറ്റവും അടിയന്തരമായി അന്വേഷണ നടപടികൾ പൂർത്തിയാക്കി സർവീസിൽ നിന്ന് പിരിച്ചുവിടുവാനുള്ള ആർജവമാണ് ആഭ്യന്തര വകുപ്പ് പ്രകടിപ്പിക്കേണ്ടത്. രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിക്ക് ഇതിനുള്ള ആർജവമുണ്ടോ എന്ന് ചോദിച്ചാൽ നിസ്സംശയം നമുക്ക് പറയുവാൻ സാധിക്കും, അതിനുള്ള ആർജവമുണ്ട്. പലവട്ടം അദ്ദേഹം അത് തെളിയിച്ചിട്ടുമുണ്ട്. നമ്മുടെ സമൂഹത്തിൽ കഴിഞ്ഞ കുറേ കാലങ്ങളായി ഏറ്റവും വലിയ വിപത്തായി നിലകൊള്ളുന്നത് ലഹരി മരുന്നുകളുടെ വ്യാപനവും വിപണനവുമായിരുന്നു. എന്നാൽ അധികാരത്തിലെത്തി 2 മാസം പിന്നിടുമ്പോൾ ഓപ്പറേഷൻ തൂഫാൻ എന്ന പദ്ധതിയിലൂടെ മാതൃകായോഗ്യമായിട്ടുള്ള അതിൻ്റെ നടത്തിപ്പിലൂടെ ഈ ലഹരി മാഫിയയുടെ വേരറുക്കുവാൻ രമേശ് ചെന്നിത്തല എന്ന ആഭ്യന്തരമന്ത്രിക്ക് സാധിച്ചിട്ടുണ്ടെങ്കിൽ ഇനി അദ്ദേഹത്തിൻ്റെ ശ്രദ്ധ പതിയേണ്ടത് കേരള പോലീസിലെ ക്രിമിനലുകളിലേക്കാണ്, അവർക്ക് സംരക്ഷണം ഒരുക്കുന്ന മുതിർന്ന ഉദ്യോഗസ്ഥരിലേക്കാണ്. ഈ മുതിർന്ന ഉദ്യോഗസ്ഥർക്കും ക്രിമിനൽ വൃന്ദങ്ങൾക്കും സംരക്ഷണം ഒരുക്കുന്ന രാഷ്ട്രീയ നേതൃത്വത്തിലേക്കാണ്. തീർച്ചയായും കേരള പോലീസിന് രാഷ്ട്രീയ നേതൃത്വത്തിൻ്റെ തീട്ടൂരങ്ങളെ വകവയ്ക്കേണ്ട സാഹചര്യം ഇല്ലാതാക്കി കൊടുക്കുന്നത് ഇതിലും അപകടകരമായ സന്ദേശം നൽകും. എല്ലാത്തിനും അതിർവരമ്പുകൾ നിശ്ചയിക്കപ്പെടണം. എത്ര ഉന്നതനാണെങ്കിലും ആരുടെ സംരക്ഷണമുണ്ടെങ്കിലും സ്ത്രീ പീഡനമടക്കമുള്ള നടപടികൾ സ്വീകരിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ അടിയന്തരമായിട്ടുള്ള ഏറ്റവും കർശനമായിട്ടുള്ള നിലപാടുകളാണ് സ്വീകരിക്കപ്പെടേണ്ടത്. അതിനുള്ള ഇച്ഛാശക്തി പ്രകടമാക്കിക്കൊണ്ട് വേണം രാഷ്ട്രീയ നേതൃത്വം ഈ വിഷയത്തിൽ ഇടപെടാനെന്നും വി ശിവൻകുട്ടിയുടെ ഗൺമാനായിരുന്നു എന്നതിൻ്റെ ആനുകൂല്യത്തിൽ സഹയാത്രിക്കാരിയോട് KSRTC ബസ്സിൽ വെച്ച് ലൈംഗിക അതിക്രമം കാണിച്ച പ്രജീഷ് എന്ന ഉദ്യോഗസ്ഥൻ ഒരു കാരണവശാലും രക്ഷപ്പെടാൻ പാടില്ല. അയാളൊരു പാഠമാകണം, അയാളൊരു മുന്നറിയിപ്പാകണം, അയാളൊരു തിരിച്ചറിവാകണം. ക്രിമിനലുകൾക്ക് പോലീസ് സേനയിൽ സ്ഥാനമുണ്ടാവില്ല എന്ന് ഉറപ്പുവരുത്തണം. ഈ രാഷ്ട്രീയ ചിന്തകളും യാഥാർത്ഥ്യങ്ങളും സമൂഹത്തോടും പ്രേക്ഷകരോടും പങ്കുവെച്ചുകൊണ്ട് നേതൃത്വത്തിൻ്റെ ശ്രദ്ധയിൽപ്പെടുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കൂടുതൽ രാഷ്ട്രീയ വാർത്തകൾക്കും വിശകലനങ്ങൾക്കുമായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നന്ദി.